എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രാജ്യത്ത് പെട്രോൾ, ഡീസൽ എന്നിവയ്ക്കുള്ള എക്സൈസ് ഡ്യൂട്ടി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വിലയിലും വൻ വർധനവാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ വിവരങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്ക നടപടികൾ രാജ്യത്തിന്റെ കയറ്റുമതി വരുമാനത്തിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ ഉണ്ടായതിന് പിറകെയാണ് വിലകയറ്റത്തിനും ഇടയാകുന്ന തരത്തിൽ ഗ്യാസ് ഇന്ധന വിലകൾ രാജ്യത്ത് വർദ്ധിക്കുവാൻ പോകുന്നത്. ഗാർഹിക ഉപഭോഗത്തിനുള്ള പാചകവാതകത്തിന്റെ വില സിലിണ്ടറിന് 50 രൂപ വർദ്ധിപ്പിച്ചതായിട്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി തിങ്കളാഴ്ച അറിയിച്ചു. വർധന ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. ഗ്യാസ് സിലിണ്ടറിന് സബ്സിഡി ലഭിക്കുന്ന പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയുടെ കീഴിലുള്ള ഉപഭോക്താക്കൾക്കും വില വർധനവ് ബാധകമാണ്. 14.2 കിലോഗ്രാം പാചകവാതകം അടങ്ങിയ സിലിണ്ടറിന്റെ വില 803 രൂപയിൽ നിന്നും 853 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട്. സാധാരണ ഉപഭോക്താക്കൾ ഈ വിലയാണ് ഇനി നൽകേണ്ടത്. ഉജ്ജ്വല പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾ സിലിണ്ടറിന് 553 രൂപയാണ് നൽകേണ്ടത്. 500 രൂപയായിരുന്നു നിലവിലെ വില. രാജ്യത്തെ പാചകവാതക വിലയുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ 2 ആഴ്ച കൂടുമ്പോൾ അവലോകനം ചെയ്യുമെന്നും ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. അതോടൊപ്പം തന്നെ രാജ്യത്തെ പെട്രോളിനും ഡീസലിനും 2 രൂപ വീതം എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ നാളെ, അതായത് ഏപ്രിൽ 8 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക. എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയെങ്കിലും ഇന്ധനവിലയിൽ മാറ്റമില്ലാതെ തുടരുമെന്നാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ അറിയിച്ചതായിട്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്ക നടപടികൾക്ക് പിന്നാലെ ആഗോള എണ്ണവിലയിൽ ഇടിവുണ്ടായിരുന്നു. തുടർന്ന് ഇന്ത്യയിൽ ഇന്ധനവില കുറയുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായിട്ട് കേന്ദ്രം എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയത്. ഇതോടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകേണ്ടിയിരുന്ന വിലക്കുറവ് കിട്ടാനിടയില്ല. ക്രൂഡ് ഓയിലിന്റെ വില 4 വർഷത്തെ താഴ്ചയായ $60 ഇടിഞ്ഞത്. നിലവിൽ കേരളത്തിൽ പെട്രോളിന് ലിറ്ററിന് 107.48 പൈസയും ഡീസലിന് ലിറ്ററിന് 96.48 പൈസയുമാണ് വില. 2024 മാർച്ച് 14 ഇതിനു മുമ്പ് കേന്ദ്രം എക്സൈസ് ഡ്യൂട്ടിയിൽ മാറ്റം വരുത്തിയത്. അന്ന് പെട്രോളിയത്തിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ വീതം കുറയ്ക്കുകയായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപായാണ് ഏറെക്കാലത്തിന് ശേഷം ഇന്ധനവിലയിൽ കുറവുണ്ടായത്. ഇതിനുശേഷം കഴിഞ്ഞ ഒക്ടോബർ 30 ഇന്ധനവിലയിൽ മാറ്റമുണ്ടായി. പെട്രോൾ പമ്പ് ഉടമകൾക്കുള്ള കമ്മീഷൻ കൂട്ടുകയും ചരക്കു നീക്ക ഫീസ് പരിഷ്കരിക്കുകയും ചെയ്തതോടുകൂടിയാണ് അന്ന് കേരളത്തിൽ ചിലയിടങ്ങളിൽ നേരിയ തോതിൽ വില കൂടുകയും കുറയുകയും ചെയ്തത്. പെട്രോളിനും ഡീസലിനും 1 രൂപ വീതം വില കുറയുമ്പോൾ കേന്ദ്ര സർക്കാരിന് നികുതി വരുമാനത്തിൽ 15,000 മുതൽ 20,000 കോടി രൂപ വരെ കുറയുമെന്നാണ് കണക്ക്. ഈ നഷ്ടം ഒഴിവാക്കുന്നതിനാണ് ഇപ്പോൾ എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയതെന്നാണ് നിഗമനം. എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയതിന്റെ ബാധ്യത എണ്ണ കമ്പനികൾ ഏറ്റെടുക്കുമെന്നും ഇതുവഴി പൊതുജനങ്ങൾക്ക് വില വർധനയുടെ ഭാരം ഉണ്ടാകില്ലെന്നുമാണ് കേന്ദ്ര സർക്കാർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലികപരമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.